ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നട്ടലിൻ്റെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളെ കുറിച്ചാണ്. നട്ടലിലെ ബഹുഭൂരിപക്ഷം ഡിസ്കിലെ രോഗങ്ങൾക്കും ശസ്ത്രക്രിയകൾ ഇല്ലാതെ തന്നെ ചികിത്സിക്കാൻ സാധിക്കുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ശസ്ത്രക്രിയ പോലുള്ളത് വേണ്ടി വന്നേക്കാം. ഇതിൽ ബഹുഭൂരിപക്ഷം അസുഖങ്ങളും നമുക്ക് താക്കോൽ ദ്വാരത്തിലൂടെ ചികിത്സിക്കാവുന്നതാണ്. നട്ടലിലെ ഓപ്പറേഷൻസിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ കീഹോൾ സർജറീസിനെ കുറിച്ച് സംസാരിക്കാം. സാധാരണഗതിയിൽ മുമ്പ് തുറന്നു ചെയ്തിരുന്ന ഓപ്പറേഷനുകൾ ഇപ്പോൾ ലളിതവും സുരക്ഷിതവുമായ രീതിയിൽ കീഹോൾ ഓപ്പറേഷൻസിലൂടെ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നട്ടലിൽ ഇതിൻ്റെ ഓപ്പറേഷൻ തുടങ്ങിയിട്ടുള്ളത് 1980കളിലാണ്. കേമ്പിൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഓർത്തോപെഡിക് സർജനാണ് ഇതിൽ തുടക്കമിട്ടിട്ടുള്ളത്. അന്ന് പലപ്പോഴും ഇന്നുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. എന്നാലും അതിൽ വളരെയധികം പ്രോഗ്രസ് വരികയും ഇന്നത്തെ രീതിയിലുള്ള ശസ്ത്രക്രിയകൾ 2008 മുതലാണ് വന്നിട്ടുള്ളത്. തുടക്കത്തിലുണ്ടായിരുന്നത് ട്രാൻസ്ഫൊറാമിനൽ സർജറി എന്ന് പറയുന്നതായിരുന്നു. എന്നാൽ ഇന്ന് ഇൻ്റർലാമിനാർ സർജറീസ് എന്ന് പറയുന്ന രീതിയിലുള്ള സർജറീസ് ഉണ്ട്. ഈ രണ്ട് സർജറീസിനെയും കോമൺ ആയിട്ട് ഇന്ന് പറയുന്നത് ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ പലപ്പോഴും തുറന്ന് നമ്മൾ ചെയ്തിരുന്ന ശസ്ത്രക്രിയകൾ പിന്നെ നമുക്ക് മൈക്രോസ്കോപ്പിക് സർജറീസ് എന്ന രീതിയിലുള്ള സർജറികളിലേക്ക് പോയിരുന്നു. സ്പെഷ്യലായിട്ടുള്ള ചിലതരം റിട്രാക്റ്റുകൾ ഉപയോഗിച്ച് ഇത് ചെറിയ ഒരു ഇൻസിഷനിലൂടെ നമുക്ക് തുറന്ന് നട്ടലിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. 2 അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്ററുള്ള ഇൻസിഷൻസ്. അത് പിന്നെ വീണ്ടും പ്രോഗ്രസ് ചെയ്ത് ചെറിയ ട്യൂബുലാർ സർജറീസ് എന്ന് പറയും. ചെറിയൊരു ട്യൂബ് പോലെയുള്ള സാധനം കിടത്തി അതിലൂടെയുള്ള ശസ്ത്രക്രിയ. പക്ഷേ അതിലും മൈക്രോസ്കോപ്പായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് ഈ വശങ്ങളിലേക്കുള്ള നട്ടലിൻ്റെ ഞരമ്പുകളെ അങ്ങനത്തെ ഇത് കാണുന്നതിനുള്ള കുറച്ച് തടസ്സങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ 2008 കൂടി റൂട്ടൺ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഇതുപോലെയുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ എൻഡോസ്കോപ്പിക് സർജറീസിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നു. ഇൻ്റർലാമിനാർ സർജറീസ് എന്ന് പറയുന്ന സർജറീസ് വന്നു. അതോടുകൂടി പലപ്പോഴും നമുക്ക് തുറന്ന് ചെയ്യേണ്ടി വരുന്ന പല ശസ്ത്രക്രിയകളും ഇതേപോലെയുള്ള എൻഡോസ്കോപ്പിക് സർജറീസിലൂടെ നമുക്ക് ചെയ്യുവാൻ സാധിച്ചു വന്നു. ഞാനിന്ന് കാണിക്കുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നൊരു എൻഡോസ്കോപ്പാണ്. ഇതാണ് നമ്മൾ സാധാരണ നട്ടലിന് യൂസ് ചെയ്യുന്നൊരു എൻഡോസ്കോപ്പ്. ഇതിൻ്റെ യൂഷ്വൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ വിഡ്ത്ത് ഓൾമോസ്റ്റ് ഒരു 8 മില്ലിമീറ്ററാണ്. അപ്പോൾ നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള ഒരു സെൻറ്റിമീറ്ററിലും കുറവുള്ള ഒരു സുഷിരത്തിലൂടെ നമുക്കിത് കിടത്തി നമുക്ക് നട്ടൽ കാണുവാനും ഞരമ്പുകളെ കാണുവാനും നമുക്ക് സേഫറായിട്ട് ഈ ഞരമ്പിന് എന്ത് തടസ്സം വരുന്നു, ചിലപ്പോൾ ഡിസ്ക് തള്ളി വന്നിട്ടായിരിക്കാം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ കവർ ചെയ്യുന്നുള്ള ലിഗമെൻറ്റ്സ് ഉണ്ട്, ലിഗമെൻ്റം ഫ്ലേവ് എന്ന് പറയുന്നതായിരിക്കാം, ചിലപ്പോൾ എല്ലിൻ്റെ വളർച്ചയായിരിക്കാം, ലാറ്ററൽ റീസസ്റ്റിനോസിസ് എന്ന് പറയും. അത് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ പാർട്ട് ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു ക്യാമറ സിസ്റ്റം നമുക്ക് താഴത്തേക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ കാണുന്ന വലിയ സുഷിരം എന്ന് പറയുന്നത് ഇതിൻ്റെ വർക്കിംഗ് പോർട്ടലാണ്. അതിലൂടെയാണ് നമുക്ക് ആവശ്യമുള്ള ഇതേപോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ കടത്തിയിട്ട്, ഇപ്പോൾ ഡിസ്ക് എടുക്കാനാണെങ്കിൽ ഡിസ്ക് അത് നമ്മൾ ഇതിലൂടെ റിമൂവ് ചെയ്യുന്നത്. പോരാതെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു മീഡിയം വേണം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള. അതിനുള്ള വാട്ടർ ഫ്ലോയ്ക്കുള്ളൊരു സുഷിരം കൂടി ഇതിനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതിലൊരു സെൻറ്റിമീറ്ററിൽ താഴെയുള്ള ഒരു സുഷിരത്തിലൂടെ നമുക്ക് സേഫറായിട്ട് നമുക്ക് ഈ പറയുന്ന ശസ്ത്രക്രിയകൾ മുമ്പ് നമുക്ക് എങ്ങനെ ഓപ്പണായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അതെല്ലാം ഇതിലൂടെ തന്നെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഇനി എന്താണ് നമുക്കൊരു ചെറിയ ഇൻസിഷനിലൂടെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ്? ഒരു ഇൻസിഷൻ്റെ സൈസോ അല്ലെങ്കിൽ കാഴ്ചയിലുള്ള വ്യത്യാസം മാത്രമല്ല ഇതിൽ പലപ്പോഴുള്ള വ്യത്യാസം. നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ മുമ്പ് നമ്മൾ ഓപ്പണായിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ആ നട്ടലിൻ്റെ ചുറ്റുമുള്ള മസിൽസ് പലപ്പോഴും നമുക്ക് അന്ന് മാറ്റേണ്ടി വരുമായിരുന്നു. അതുമൂലം നട്ടലിനുള്ള സപ്പോർട്ട് കുറയും, ആ മസിൽസിൻ്റെ ഫൈബ്രോസ് കുറയും, മസിലിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. അത് ഭാവിയിലേക്ക് ചിലപ്പോൾ നടുവേദന അങ്ങനത്തെ രീതിയിലേക്ക് ഉണ്ടാക്കുമായിരുന്നു. എന്നാൽ ഇന്ന് മസിലൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാതെ ആ മസിലിൻ്റെ ഫൈബേഴ്സിൻ്റെ ഇടയിലൂടെ തന്നെ പോയി മസിൽ നീക്കം ചെയ്യാതെ എന്താണോ തടസ്സം ഉണ്ടാക്കുന്നത് അത് സ്പെസിഫിക് ആയിട്ട് കണ്ട് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല ബ്ലഡ് ലോസ് ഉണ്ടാകുന്നത്, ഓപ്പറേഷൻ ഇടയിൽ ഉണ്ടാകുന്ന ബ്ലഡ് ലോസ് അത് നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. ഓപ്പറേഷന് ശേഷമുള്ള വേദന, ഇതിനുള്ള ഈ ഇൻസിഷൻ്റെ വലിപ്പക്കുറവും മസിൽ നീക്കം ചെയ്യാത്തതും കൊണ്ട് തന്നെ ഓപ്പറേഷന് ശേഷമുള്ള വേദന ഗണ്യമായി കുറയുകയും രോഗിക്ക് പെട്ടെന്ന് തന്നെ സ്വന്തം ജോലിയിലേക്ക് തിരിച്ചു പോകാനും ഓപ്പറേഷന് ശേഷമുള്ള വേദന കുറയുകയും ഒക്കെ സാധിക്കുന്നതാണ്. എല്ലാ ഓപ്പറേഷൻസും ഇപ്പോൾ ഇതിലൂടെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും മൾട്ടിപ്പിൾ ലെവൽസ് ഡിസ്ക് വരുന്നത് ഇപ്പോഴും പലതും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാലും പലതും ഒരു ഗണ്യമായ രീതിയിലുള്ള നട്ടലിനെ ബാധിക്കുന്നത് ഇപ്പോഴും നമുക്ക് ഓപ്പണായിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഉള്ളൊരു ശാസ്ത്ര പുരോഗതി അനുസരിച്ച് നമുക്ക് ഭൂരിഭാഗം സർജറീസും ഇൻക്ലൂഡിങ് നട്ടലിന് വളവ് വരുന്ന സ്കോളിയോസ് അടക്കമുള്ള സർജറികൾ നമുക്ക് ഭാവിയിൽ ഇതിലൂടെ ചെയ്യുവാൻ സാധിക്കും. താങ്ക് യു.